നന്ദേട്ടാ, നമ്മൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ കാണാറുണ്ട്, അതുപോലെ തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളെ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായത് കേന്ദ്രമന്ത്രി അതുപോലെ തന്നെ കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ്റെ പാർലമെൻറ്റിലേക്കുള്ള വരവാണ്. ഒരു സാധാരണ കാറിൽ, അതായത് 10 ലക്ഷം രൂപയിൽ താഴെ വരുന്ന ഒരു കാറിലാണ് അവർ പാർലമെൻറ്റിലെത്തിയത്. ഈ സമയത്ത് നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രി എന്ന് പറയണ്ട, താഴെ ഇങ്ങോട്ട്, അതായത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മുനിസിപ്പൽ ചെയർമാൻ മുതൽ അങ്ങോട്ടുള്ള ഓരോ കമ്മീഷൻ്റെ അടക്കം ചെയർമാൻ്റെ ഒക്കെ കാറും ഇവരെങ്ങനെയാണ് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ നടന്നു. ഇവരൊക്കെ കണ്ട് പഠിക്കേണ്ടത്, മാതൃകയാക്കേണ്ടത് കേന്ദ്രത്തിലെ നിർമ്മലാ സീതാരാമനെ പോലെയുള്ള മന്ത്രിമാരെയാണ് എന്നാണ് ചർച്ച നടക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഏറ്റവും വളരെ അത്ഭുതമൊന്നും വിളിക്കാൻ സാധ്യമല്ല. കഴിഞ്ഞൊരു 10-11 വർഷക്കാലമായിട്ട് പലപ്പോഴും ഡൽഹിയിൽ യാത്ര ചെയ്തിട്ടുള്ള ആളെന്ന നിലക്ക് എനിക്ക് മിക്കവാറും മന്ത്രിമാരെല്ലാവരും എനിക്ക് കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള മുഴുവൻ മന്ത്രിമാരും എനിക്കൊന്ന് ഒരു പക്ഷേ വേണമെങ്കിൽ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയുടെ അല്പം കൂടി വലിയ കാറാന്ന് തോന്നുന്നു, ഹോം മിനിസ്റ്റർ അല്പം വലുതാന്ന് തോന്നുന്നു, പ്രൈം മിനിസ്റ്റർ അല്പം വലുതാണ്. ഇവരൊഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിലുള്ള എല്ലാ മന്ത്രിമാരുടെയും, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ജോർജ് കുര്യൻ്റെയും വി മുരളീധരൻ്റെയും അടക്കമുള്ള സുരേഷ് ഗോപിയുടെയും രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള കാറുകൾ, ഇവരെല്ലാവരും സാധാരണ കാറുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ ഉപയോഗിക്കുന്ന കാർ മാരുതി CA ആണ്. ഇതേപോലെ കാറുകളാണ് എല്ലാ മന്ത്രിമാരും ഉപയോഗിക്കുന്നത്. 10 ലക്ഷം രൂപ വില വരുന്ന കാറുകളാണ് ഭൂരിപക്ഷം വരുന്ന മന്ത്രിമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, മന്ത്രിമാരടക്കമുള്ള ആളുകൾക്ക് പുറകിലിരുന്ന സീറ്റ് ബെൽറ്റ് വേണമെന്നുണ്ട്, അവിടെ വേണമെന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ മന്ത്രിമാരെല്ലാവരും ഉപയോഗിക്കുന്നത്, മന്ത്രിമാര് പോട്ടേപ്പാ, മന്ത്രിമാര് ഈ പറയുന്ന എല്ലാ വിവരം കിട്ടിയ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നിടത്ത് മാരുതി ഇന്നോവ 30-35 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. അത് മന്ത്രിമാര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വണ്ടി കിവിയോ എന്നതിന്റെ പേര് കിയാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം കിയ ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ട് ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരും ഇന്നോവ കാറുകൾ ഉപയോഗിക്കുന്നു. മാത്രമല്ല, ഇവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിന്റെ ആവശ്യം എന്തുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ സ്വന്തം സ്ഥലത്ത് സ്വന്തം വീടിന് മുമ്പിൽ കിടന്നിട്ട് ഇന്നോവ കാർ ഇട്ടിട്ട് നെകളിപ്പ് കാണിക്കാന്നുള്ളതല്ലാതെ കണ്ട് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കേരളത്തിന് സിദ്ധിക്കുക? ഒരു പ്രയോജനമില്ല. പല മുനിസിപ്പൽ ചെയർമാൻമാരും ഞാൻ കണ്ടിട്ടുണ്ട്. എറണാകുളത്ത് ഈ പല കോർപ്പറേഷന്റെ മേയർമാരുണ്ട്. ഇവർക്ക് എന്തിനാ ഈ ഇന്നോവ കാർ 35 ലക്ഷം രൂപയുടെ കാറിന്റെ ഇവർക്ക് ആവശ്യം എന്താ ഉള്ളത്? അതുകൊണ്ടാണ് കേരളത്തിന്റെ ഈ വർഷത്തെ ബജറ്റിനകത്ത് 100 കോടി രൂപയാണ് കാർ വാങ്ങിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത്. 100 കോടി. ഈ തരത്തിലെ മന്ദബുദ്ധികൾക്ക് വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ടാ അത്. ഇവർക്ക് എന്തുപേരെ വേറെ വിളിക്കേണ്ടത്? മന്ദബുദ്ധി എന്നാണ് സത്യത്തിൽ ഇവരെ വിളിക്കേണ്ടത്. കാരണം കേരളം പോലുള്ള സംസ്ഥാനം ഇത്രയും സാമ്പത്തികമായിട്ടുള്ള പരാധീനത അനുഭവിക്കുന്ന സമയത്ത് ഇവരെല്ലാം നീറോ ചക്രവർത്തിയുടെ പാരമ്പര്യക്കാരാണ്. വീണ വായിക്കുന്ന ആളുകളാണ് ഇവരങ്ങനെ വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇവർ വലിയ കാറുകൾ ഇവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാറിൽ പരമാവധി 4-5 കൊല്ലക്കാലം, 5 കൊല്ലാണ് സൂഹിക്കാൻ പറ്റുക. ഈ 5 കൊല്ലം പരമാവധി സൂഹിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഈ പറയുന്ന മന്ത്രിമാര്. കാരണം ശിവൻകുട്ടിയെ പോലുള്ള മന്ത്രിമാരപ്പാ, ബിന്ദുവിനെ പോലുള്ള മന്ത്രിമാര്, വിദ്യാഭ്യാസ വകുപ്പ്, ഇതിനകത്ത് ഏത് സാധനത്തിന് വിവരമുള്ളത്? ഒരു വിവരമില്ലാത്ത ഒരു പറ്റം മന്ത്രിമാര്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ സാമ്പത്തിക പരാധീനതയ്ക്കിടയ്ക്ക് 100 കോടി രൂപ കാറ് വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഇവിടെയുള്ള എല്ലാ IAS ഉദ്യോഗസ്ഥന്മാരും ഉപയോഗിക്കുന്ന ഇന്നോവ കാറുകളാണ്. ഇപ്പോഴും നമ്മൾ ഡൽഹിയിൽ തന്നെ ചെന്നാൽ കാണാം. ഡൽഹിയിലെ കേരള ഹൗസില് അവിടെയാണല്ലോ നിർമ്മലാ സീതാരാമൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം പറഞ്ഞത്, നിങ്ങൾ 3 പേരുള്ളതിന്റെ പേര് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ ആളാണ് നിർമ്മലാ സീതാരാമൻ. അങ്ങനെയാണ് കേരളത്തിന്റെ ഗവർണറും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ കേരളത്തിന്റെ ലേസൺ ഓഫീസറുമായിട്ടുള്ള KV തോമസിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരുടെ മുന്നിലേക്ക് നിർമ്മലാ സീതാരാമൻ വരുന്നത്. ആ മന്ത്രിയുടെ കേന്ദ്ര മന്ത്രിസഭയുടെ ലാളിത്യത്തിന്റെ ലക്ഷണമാണ് ശരിക്കുന്നത്. അതിന്റെ ലക്ഷണമാണ് ശരിക്കുന്നത്. ഇതൊരു പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കേരളത്തിലെ മന്ത്രിമാർക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. കാരണം ആ മന്ത്രിമാരുടെ വിവരം അത്രേ ഉള്ളൂ. ഇവര് ധരിക്കുന്നത് ഇന്നോവ കാറിൽ നടക്കുന്നവനാണ് മന്ത്രി എന്ന് ഇവർ ധരിച്ചിരിക്കുകയാണ്. ഏത് മന്ത്രിയല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ അടക്കമുള്ളവരെല്ലാവരും ഉപയോഗിക്കുന്ന ഇന്നോവ കാറാണ്. നമ്മുടെ MP-മാരും MLA-മാരൊക്കെ ഉപയോഗിക്കുന്ന ഇന്നോവ കാറാണ്. എന്തിനാണ് ഇത്ര വില പിടിച്ച കാറുകൾ ഇവർക്കുള്ളത്? ഈ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഇത്ര വലിയ കാർ ഇവർക്ക് ആവശ്യമുണ്ടോ? ഇവർ കുറച്ചുകൂടി ചെറിയ കാർ ഇവർക്ക് ഉപയോഗിച്ചാൽ പോരെ? അങ്ങനെയാണ് പെട്രോളിന്റെ കൺസംഷൻ വളരെ കുറയില്ലേ? ഇവരുടെ കാറിന്റെ വില വളരെ കുറയില്ലേ? എത്രയോ ലാഭം സർക്കാരിന് ഇത് അതുമൂലം സംഭവിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ലോ.
സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. കേരളത്തിന്റെ ബജറ്റിൽ അതിന് വേണ്ടി 100 കോടി രൂപ മാറ്റിവെക്കുന്നു. പിന്നെ ബജറ്റിൽ മാറ്റിവെച്ചേക്കുന്നത് വേറെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ PSCയിലിരിക്കുന്ന മന്ദബുദ്ധികളായിട്ടുള്ള 21 പേരുണ്ട്. ആ 21 ആളുകൾക്ക് അവർ ശമ്പളം രാഷ്ട്രപതിയുടെ ശമ്പളത്തെക്കാൾ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ്. 2.5 ലക്ഷത്തിൽ നിന്ന് 3,87,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക. ഇത് കേരളം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു വലിയൊരു ചർച്ചയ്ക്ക് നമ്മൾ വഴിവെക്കുകയാണ് ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ. വലിയ ശമ്പളമാണ് ഇവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, വലിയ ശമ്പളം കൊടുക്കുന്നത്. മറിച്ച് ആശാവർക്കറെ പോലുള്ള ആൾക്ക് 7,000 കൊടുത്തിട്ട് വീണ ജോർജ് എന്ന് പറയുന്നിട്ട് വീണയാണോ ജോർജാണോ എന്ന് നിശ്ചയമില്ലാത്തൊരു സ്ത്രീ. അവർ മാധ്യമ പ്രവർത്തനമാണ്, എന്താണ് ചെയ്തേക്കണമെന്ന് നിശ്ചയം എനിക്കില്ല. അവർക്ക് ഒരു തീരുമാനമില്ലാത്തത് ആരോഗ്യവകുപ്പിനെ കുറിച്ചിട്ട് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു മന്ത്രി വന്നു കഴിഞ്ഞിട്ട് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് ഞങ്ങളാണ്. നന്ദേട്ട 2 കാര്യം. അതായത് സാധാരണഗതിക്ക് കോൺഗ്രസിനെ പറ്റി പറയുന്നത് ലാളിത്യത്തിൻ്റെ പാർട്ടിയാണ്. മഹാത്മാഗാന്ധിയുടെ ജീവിതശൈലിയും അദ്ദേഹത്തിൻ്റെ ആ തത്വശാസ്ത്രങ്ങളും ഒക്കെ എടുത്ത അത് പ്രാവർത്തികമാക്കുന്ന പാർട്ടിയാണ് എന്ന് പറയും. പക്ഷേ കേന്ദ്രത്തിൽ ഇന്നേ വരെ അധികാരത്തിൽ വന്ന പാർട്ടികളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സർക്കാരുകളിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താണ് ഒരു പിന്നെ ഈ പറയുന്നത് പോലെ ഏറ്റവും എളിമ കാണിക്കുന്ന ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ ഇവർക്ക് നിയമം ബാധകമല്ല. ഇവർക്ക് 100-ലും 110-ലും 210-ലും ഒക്കെ സ്പീഡിൽ പോവാം. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ കുറച്ചല്പം സ്പീഡ് കൂടിപ്പോയാൽ അവന് വീട്ടിൽ പിഴ വരും. പ്രധാനമന്ത്രി പോലും നിയമം പാലിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ യാത്ര ചെയ്യുന്നത്. ഇത് രണ്ടും ചേർത്തൊന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ല, അതിന് കാരണം ഈ കേരളത്തിലെ മന്ത്രിമാരെ സംബന്ധിച്ച് അവർ നിയമം അനുശാസിക്കേണ്ടവരല്ല എന്ന് അവരങ്ങ് ധരിച്ചു വെച്ചേക്കുകയാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ്സുകാരെ കുറിച്ചിട്ട് മഹാത്മാഗാന്ധി പിന്തുണച്ചക്കാരൊന്നും അല്ലാട്ടോ ഇവര്. മഹാത്മാഗാന്ധി ഇവരായിട്ടുള്ള ബന്ധം കടലും കടലാടിയും തമ്മിൽ ബന്ധമുള്ളത്. അതെ, അവർക്ക് ഒരു ബന്ധം അക്കാര്യത്തിലില്ല. അവർ ആധുനിക ഗാന്ധിയുടെ ആളുകളാണ്, സോണിയാഗാന്ധിയുടെ ആളുകളാണ്, രാഹുൽ ഗാന്ധിയുടെ ആളുകളാണ്. അത് ആധുനിക ഗാന്ധിയാണ്. ഈ ആധുനിക ഗാന്ധിക്ക് ഒരിക്കലും ലാളിത്യമൊന്നും ആവശ്യമില്ല. അപ്പൊ അതേ സമയത്ത് പുരാതന ഗാന്ധിക്ക്, പഴയ ഗാന്ധിക്ക്, മഹാത്മാഗാന്ധിക്ക് ലാളിത്യം ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് മന്ത്രിസഭയിൽ ചേർന്നില്ലല്ലോ. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് 1934 തന്നെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് പറയുന്ന ഒരു പാഴ്വേലയാണെന്ന് അദ്ദേഹത്തിന് അന്നേ മനസ്സിലായിരുന്നു, മഹാത്മാഗാന്ധിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ ഇത് ഈ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന സങ്കല്പത്തിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് കേരളത്തിലും മറ്റു പല സ്ഥലത്തും ഭരണം നടത്തുന്ന ആളുകളുള്ളത്. കാരണം ഇവർക്കൊന്നും മഹാത്മാഗാന്ധിയോ ലാളിത്യമോ ഒന്നും ഇവരെ സംബന്ധിച്ച് ആവശ്യമില്ല. ഇവർ ധരിക്കുന്നത് പ്രധാനപ്പെട്ട മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ആളുകൾ പരമാവധി പണം ചെലവഴിക്കുന്നവരായിരിക്കണം. സാധാരണക്കാരന് പണം കൊടുക്കാൻ പാടില്ല. അവൻ ഇന്ന് പട്ടിണിയിൽ തന്നെ ജീവിക്കണം. ഈ അധസ്ഥിതനെന്ന് പിന്നാക്കക്കാരെന്ന് പറയുന്നൊരു ജനവിഭാഗം എക്കാലത്തും ഇവിടെ ജീവിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് കേരളത്തെ ഭരിക്കുന്നവരും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരും. അതുകൊണ്ടാണ് ഇവരുടെ എല്ലാ നടപടികളും ഇവർക്ക് മാത്രം നേട്ടം കിട്ടുന്ന പരിപാടികളാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത്. MLA-മാരെ പെൻഷൻ കൂട്ടുന്നവരാ, ശമ്പളം തീരുമാനിക്കുന്നവരാ, അവർ തീരുമാനിക്കുന്നത്. MLA-മാരുടെ കൂടെ ഉള്ളവർക്ക് പെൻഷൻ തീരുമാനിക്കുന്നവരാ, അവർ തീരുമാനിക്കുന്നത്. MLA-മാരുടെ കൂടെ ഇരിക്കുന്ന ആളുകളുടെ സർവീസ് എത്ര വേണം, 2 വർഷം കഴിഞ്ഞ പെൻഷൻ കിട്ടും. ലോകത്ത് എവിടെയെങ്കിലും കിട്ടുമോ അങ്ങനെ? ലോകത്ത് എവിടെയെങ്കിലും 2 വർഷം കഴിഞ്ഞ പെൻഷൻ കിട്ടുമോ? കേരളം പോലെയുള്ള 3.5 കോടി ജനങ്ങൾ മാത്രം അധിവസിക്കുന്ന കേരളത്തില് 21 പേരാണ് PSCയിലെ മെമ്പർമാരായിരിക്കുന്നത്. എന്തൊരു അതിക്രമമാണ് കാട്ടിക്കൂട്ടുന്നത്! ഈ തരത്തിൽ അതിക്രമങ്ങളൊക്കെ കാട്ടിക്കൂട്ട് പരാധീനത പറയാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് പണം വേണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആർത്തിപ്പണ്ടാരത്തിന്റെ ഭാഷയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ പോയിട്ട് ഇറക്കാൻ വേണ്ടി പോയത്. ഇറക്കാൻ വേണ്ടി പോയതാണ് പണത്തിന് വേണ്ടിയിട്ട്. ആ പണത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കുടുംബത്തിലെ, സ്വന്തം നാട്ടിലെ, സ്വന്തം സംസ്ഥാനത്തിലെ മന്ത്രിസഭയിലെ ധൂർത്ത് അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ. മുഖ്യമന്ത്രി തന്നെ അങ്ങനെയാണ്. അങ്ങയുടെ കൂട്ടത്തിൽ 16 വണ്ടികളും മറ്റാണ് അദ്ദേഹത്തിന്റെ കാറിന്റെ കൂട്ടത്തിൽ അകമ്പടി സേവിക്കുന്നത്, കിയയുടെ കൂടെ അകമ്പടി സേവിക്കുന്നത്. എന്തൊരു ഭ്രാന്തനാ പുള്ളിക്ക്! ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ ആരെ ആക്രമിക്കാൻ പോകുന്നത്? കേരളത്തിൽ ഇതിനേക്കാളും വളരെ മിടുക്കന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരെ കേരളം ഭരിച്ചിട്ടുണ്ടല്ലോ. ഇവർക്ക് ആർക്കും ഈ പറയുന്ന സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ ആർക്കും ആവശ്യമില്ലപ്പാ. ഇത് എവിടെയെങ്കിലും പോകട്ടെ എന്ന് ധരിച്ചിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്താണ് എനിക്ക് സെക്യൂരിറ്റി വേണമെന്നുള്ള മറ്റുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റുള്ള അവർക്കെല്ലാവർക്കും 10-25 പേഴ്സണൽ സ്റ്റാഫ്, ഇവർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്നു, ഇവർക്കെല്ലാം കോടിക്കണക്കിന് രൂപ ഇവർക്കെല്ലാം പെൻഷൻ കൊടുക്കുന്നു, ഇവരെല്ലാവരും ഇന്നോവ കാറുകൾ ഉപയോഗിക്കുന്നു. എനിക്കോടാ മറ്റേ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരുടെയൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉപയോഗിക്കുന്ന കാറുകളെല്ലാം ഇന്നോവയാണ്. അവരൊക്കെ ഇന്നോവയാണ്. കാരണം അവനൊക്കെ ഇന്നോവയ്ക്കകത്ത് കയറിയില്ലെങ്കിൽ അവനൊക്കെ എന്തോ തലയ്ക്ക് വെളിവുണ്ടാവില്ല എന്നുള്ള മട്ടിലാണത്. ഭ്രാന്ത് വെട്ടിക്കുന്ന മാതിരിയാണ് കേരളത്തിലെ നേതൃത്വം. പക്ഷെ അവിടെയാണ്
നിർമ്മലാ സീതാരാമൻ്റെ വ്യത്യാസം, കേന്ദ്രമന്ത്രിമാരുടെ വ്യത്യാസം അതാണ്. ഡൽഹിയിൽ പലരും അങ്ങനെ തന്നെയാണത്. അവർക്ക് ലാളിത്യമുണ്ട്, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ഇത്രയും വലിയ ചെലവ് ഒരു നാടിന് വരുത്തി വെക്കാൻ പാടില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ഈ ബോധ്യമൊന്നും നമ്മുടെ കേരളത്തിന് മുഖ്യമന്ത്രിക്കില്ല, കേരളത്തിന് ധനകാര്യ വകുപ്പ് മന്ത്രിക്കില്ല, കേരളത്തിന്റെ മറ്റു മന്ത്രിമാർക്കില്ല. എന്തിനും ഒന്നുമില്ലാത്ത ദേവസ്വം ബോർഡിന്റെ ആളുകളില്ലേ, ഈ ഭണ്ണാരത്തിൽ കൈയിട്ട് വരുന്ന ആളുകള്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകള്, ദേവസ്വം ബോർഡിന്റെ മെമ്പർമാര്, അവന്മാരൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഇന്നോവ കാറോപ്പാ. ഇവർക്ക് ചെറിയ കാർ ഉപയോഗിച്ചാൽ പോരെ, അംബാസഡർ കാർ പോരെ. ഈ കൊച്ച് ദേവസ്വം ബോർഡുകളാണ്. ആപ്പടെ മലബാർ ദേവസ്വം ബോർഡിലെ ഠാവട്ടത്തിൽ ചില സാധനങ്ങള്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മറ്റൊരു ഠാവട്ടം, കൊച്ചി ദേവസ്വം ബോർഡ് മൂന്നാമത്തെ ഠാവട്ടം. ഈ സ്ഥലത്തിരിക്കുന്ന ആളുകൾ ആകെപ്പാടെ എന്ത് പണി ചെയ്യുക? ചോറ്റാനിക്കരയിൽ മകൻ വരുമ്പോൾ അവിടെ തൊഴാൻ വേണ്ടിയിട്ട് പോകും, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് മറ്റേ ഇത് വരുമ്പോൾ അവിടെ തൊഴാൻ വേണ്ടിയിട്ട് പോകും, അമ്പലത്തിൽ ഉത്സവങ്ങൾക്ക് പോകും. ഇതിനൊക്കെ ഈ ഇന്നോവ കാർ ഉപയോഗിക്കേണ്ട ഒരു കാര്യവും ഇവരെ സംബന്ധിച്ചില്ല. ഇവർക്കെല്ലാം സർവ്വസാധാരണക്കാരൻ്റെ വികാരങ്ങളെ തിരിച്ചറിയുന്നവരായിരിക്കണം ഇവര്. ഇവർ കുറേ കൂടി താഴേക്ക് ഇറങ്ങി വരണം. ഇത് കേരളമാണ്, എന്ത് തേങ്ങാക്കോല എന്ന് ഇവർ പറഞ്ഞേ, എന്താണ് കേരളത്തിന്റെ സവിശേഷത? ഈ പറയുന്ന ആർഭാടമാണോ, ധൂർത്താണോ? ഇത് കേരളത്തെ അനുദിനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന നേതൃത്വത്തിന്റെ, ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള ധൂർത്ത്. ഈ ധൂർത്തിനെയാണ് കേന്ദ്ര സർക്കാർ എതിർക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നതിന് അതിനൊന്നും പണം തരാനോട് പണമില്ല എന്ന് പറയാൻ കാരണം ഇതാണ്. ഈ പറയുന്നത് ധൂർത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതാണ്. ഇങ്ങനൊരു ധൂർത്ത് കേരളത്തിൽ വേണോ? കേരളത്തിൽ ധൂർത്തില്ലാത്തൊരു മേഖല ഏതാണ്? അത് പ്രതിപക്ഷ നേതാക്കന്മാർ ധൂർത്തിൽപ്പെട്ടവരല്ലേ? കേരളത്തിന്റെ മന്ത്രിമാർ ധൂർത്തിൽപ്പെട്ടവരല്ലേ? കേരളത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ ധൂർത്തിൽപ്പെട്ടവരല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ധൂർത്തിൽപ്പെട്ടതല്ലേ? ധൂർത്തിൽപ്പെടാത്ത ഇവിടെ ആരാണോ ഉള്ളത്? ഇവരൊക്കെ ധൂർത്തിന്റെ ആശാന്മാരാണ്. ഈ ധൂർത്തില്ലാതെ കണ്ട് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ സർവ്വസാധാരണക്കാരനാണ്. അവൻ അരിക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി ആശാവർക്കർമാരെ പോലുള്ള ആളുകൾ 7,000 രൂപ ശമ്പളം മേടിച്ചിട്ട് 31-32 ദിവസങ്ങളായിട്ട് സെക്രട്ടേറിയറ്റിന് നടയില് രാവും പകലുമില്ലാതെ കണ്ട് വെയിലേറ്റ് മഴയേറ്റ് ഇരിക്കുന്ന ആളുകളുടെ അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ആരുമില്ലാത്ത രീതിയിലുള്ള ഒരു ആശയേറ്റ സംസ്ഥാനമായിട്ട് കേരളം മാറി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.